ലോസ് ആഞ്ചലസിനെ വിഴുങ്ങിയ കാട്ടുതീ കൂടുതൽ മേഖലകളിലേക്ക് പടരുകയാണിപ്പോൾ. കാട്ടുതീയിൽപ്പെട്ട് മരണം 10ആയി വർദ്ധിച്ചു. 1000-ലേറെ വീടുകൾ ചാരമായെന്നാണ് പുറത്തുവരുന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 1.5 ലക്ഷം പേരെ കൂടി ഒഴിപ്പിക്കാൻ നടപടിയാണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ആളില്ലാത്ത വീടുകളിൽ വ്യാപക കൊള്ള നടക്കുന്നതായും റിപ്പോർട്ടുകൾ പുറത്തുവരികയുണ്ടായി. മോഷണം നടത്തിയ 20 പേർ പോലീസിന്റെ പിടിയിലാവുകയും ചെയ്തു. $5700 കോടി നഷ്ടമാണ് നിലവിൽ കണക്കിലാക്കിയിട്ടുള്ളത്. പുനർനിർമ്മാണ ചെലവ് സർക്കാർ വഹിക്കുമെന്ന് ജോ ബൈഡൻ നിലവിൽ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. കാലിഫോർണിയ സംസ്ഥാനത്തെ വിവിധ മേഖലകളെയാണ് പ്രധാനമായും അസാധാരണമായ ഈ കാട്ടുതീ വിഴുങ്ങിയത്. ഈ പ്രദേശത്ത് വലിയ നാശനഷ്ടമാണ് തീ ഉണ്ടാക്കിയിരിക്കുന്നത്. ലോസ് ആഞ്ചലസിൽ നിന്നുള്ള കാഴ്ചകൾ നരകസങ്കല്പ കഥകളെ യഥാർത്ഥത്തിൽ അനുസ്മരിപ്പിക്കുന്നതാണ്. ആളിപ്പടർന്ന തീ വീടുകളെയും കെട്ടിടങ്ങളെയും പാടെ വിഴുങ്ങിയാണിപ്പോൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമങ്ങളൊന്നും നിലവിൽ ഫലം കണ്ടിട്ടില്ല എന്നതും ഒരു നിരാശയാണ്. ശക്തമായ വരണ്ട കാറ്റ് ആഞ്ഞു വീശിയതും ദുരന്തത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കാനും കാരണമായിട്ടുണ്ട്. കാട്ടുതീയിൽ ഇതുവരെ കൊല്ലപ്പെട്ടത് 10 പേരാണ്. 1000-ലധികം കെട്ടിടങ്ങൾ കത്തി നശിക്കുകയും ചെയ്തു. 1.5 ലക്ഷത്തിലധികം പേരെയാണ് പ്രധാനമായും ഒഴിപ്പിച്ചിട്ടുള്ളത്. അടിയന്തര സാഹചര്യം കണക്കിലെടുത്ത് ഇറ്റലിയിലേക്കുള്ള യാത്ര പ്രസിഡന്റ് ബൈഡൻ റദ്ദാക്കുകയും ചെയ്തു. കാലിഫോർണിയയിലെ കാട്ടുതീ ദുരന്തത്തെ മഹാദുരന്തമായി പ്രഖ്യാപിച്ചു. പക്ഷേ ഒഴിപ്പിച്ച വീടുകളിൽ മോഷണം വ്യാപകമാകുന്നതാണ് സുരക്ഷാ സേന നേരിടുന്ന പ്രധാന വെല്ലുവിളി. നിരവധി വീടുകൾ ഇത്തരത്തിൽ കൊള്ള ചെയ്യപ്പെടുകയുണ്ടായി. പല കേസുകളിലായി 20 പേരെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും നിലവിൽ ചെയ്തിട്ടുണ്ട്. കാലിഫോർണിയയിലെ 6 തീ പ്രധാനമായും പടർന്നു പിടിച്ചിരുന്നത്. സാൻഡ്രാ മോണിക്കയ്ക്കും മാലിബുവിനും ഇടയിലാണ് പാലിസഡസ് തീപിടുത്തം. 15832 ഏക്കറോളമായിരുന്നു ഇവിടെ മാത്രം തീ വിഴുങ്ങിയത്. 1% പോലും തീ അണയ്ക്കാൻ നിലവിൽ കഴിഞ്ഞിട്ടില്ല. സാൻ ഗബ്രിയൽ മലനിരകൾക്ക് കീഴെ ഈറ്റൺ മേഖലയിലാണ് പ്രധാനമായും തീപിടുത്തമുണ്ടായത്. മേഖലയിൽ 10600 ഏക്കറിലധികം തീ പടർന്നു കയറി. 1000-ലധികം കെട്ടിടങ്ങളാണ് നശിച്ചതും. 5 പേർ കൊല്ലപ്പെട്ടതും ഈ പ്രദേശത്തായിരുന്നു. സാൻ ഫെർണാഡോയുടെ വടക്ക് ഹർസ്റ്റ് മേഖലയിൽ വലിയ തീപിടുത്തമുണ്ടായി. 850 ഏക്കറോളമായിരുന്നു ഇവിടെ പ്രധാനമായും കത്തി നശിച്ചത്. വുഡ്ലി പാർക്കിനോട് ചേർന്നാണ് 4ാമത്തെ തീപിടുത്തമുണ്ടായതും. വെഞ്ചൂറ കൗണ്ടിയിലെ ഒലിവാസിൽ തീപിടുത്തമായിരുന്നു 5ാമത്തേത്. ആക്ടൺ പ്രദേശത്ത് ലിഡിയ മേഖലയിലും തീപിടുത്തം ഉണ്ടാവുകയുണ്ടായി. ഹോളിവുഡ് ഹിൽസിൽ പൊട്ടിപ്പുറപ്പെട്ട സാൻസെറ്റ് തീപിടുത്തമായിരുന്നു ഏറ്റവും ഒടുവിൽ നടന്നത്. സെലിബ്രിറ്റികളുടെ അടക്കം വാസസ്ഥലങ്ങൾ ഇവിടെ അപകട മേഖലയിലാണ് നിലനിൽക്കുന്നത്. ചെകുത്താൻ കാറ്റെന്ന് വിളിക്കുന്ന സാറ്റാന കാറ്റാണ് കാട്ടുതീകൾക്ക് പിന്നിലെ പ്രധാന ശക്തി. തീയണയ്ക്കാൻ കൂടുതൽ വെള്ളം ഉപയോഗിച്ചതോടെ ലോസ് ആഞ്ചലസിൽ കുടിവെള്ള വിതരണം വളരെയധികം പ്രതിസന്ധിയിലായിട്ടുണ്ട്.